സ്ത്രീകൾ കെട്ടിയാടുന്ന ഏക തെയ്യമാണ് കണ്ണൂർ തെക്കമ്പാട് കൂലോം തായക്കാവിലെ ദേവക്കൂത്ത്. ഐതിഹ്യം കൊണ്ടും ചടങ്ങുകൾ കൊണ്ടും വ്യത്യസ്തമായി തെയ്യം കാണാൻ ആയിരങ്ങളാണ് കാവിലേക്ക് എത്തുക. നാലുപാടും പുഴകളാൽ ചുറ്റപ്പെട്ട മനോഹര ദ്വീപായിരുന്നത്രേ കണ്ണൂർ ചെറുകുന്നിനടുത്ത തെക്കുംപാട്. മനോഹരമായ പൂക്കളും വള്ളിപ്പടർപ്പുകളുമെല്ലാമായി ഒരു പൂങ്കാവനം. ഇവിടുത്തെ പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും തേടി 7 ദേവസ്ത്രീകൾ ഒരിക്കൽ തെക്കുംപാട് ദ്വീപിലെത്തി. പൂക്കളിർത്തും വള്ളിപ്പടർപ്പുകൾ തലോടിയും അവരവിടെയാകെ നടന്നു. ഇടയ്ക്കെപ്പോഴോ അതിലൊരാളെ കാണാതായി. കുറെ തെരഞ്ഞെങ്കിലും ആ ദേവസ്ത്രീയെ കണ്ടെത്താനായില്ല. നേരം സന്ധ്യയായതോടെ തിരച്ചിൽ നിർത്തി 6 സ്ത്രീകളും ദേവലോകത്തേക്ക് മടങ്ങി. ഒരു രാത്രി ഭൂമിയിൽ കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധി വരുത്തി പുതുവസ്ത്രം ധരിച്ചു മാത്രമേ ദേവലോകത്തേക്ക് പിന്നീട് പ്രവേശനമുണ്ടാകൂ എന്ന നിബന്ധന ഭയന്നത്രേ അവർ മടങ്ങിയത്. അടുത്ത ദിവസം രാവിലെ തെക്കുംപാട്ടെ മനുഷ്യർ വള്ളിപ്പടർപ്പിൽ പിടിച്ചു നിൽക്കുന്ന ദേവസ്ത്രീയെ കണ്ടത്രേ. അവർ ആ സ്ത്രീയെ പരിചരിച്ചു. ഇതിനിടയിൽ ദേവസ്ത്രീയുടെ പ്രാർത്ഥന കേട്ട നാരദൻ അവരെ ദേവലോകത്തേക്ക് മടക്കിക്കൊണ്ടുപോകാൻ പുതുവസ്ത്രവുമായി എത്തി. തന്നെ സ്നേഹത്തോടെ പരിചരിച്ച തെക്കുംപാട്ടുകാരെ മറക്കാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല. 2 വർഷത്തിലൊരിക്കൽ ഇവിടെ വന്ന് നിങ്ങളെ കാണുമെന്ന് വാക്കു നൽകി അവർ ദേവലോകത്തേക്ക് മടങ്ങി. ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദേവക്കൂത്ത്. ദേവലോകത്ത് നിറച്ചിലക്കായി പുഷ്പങ്ങൾ ശേഖരിക്കാൻ ഒരു കൂട്ടം ദേവികൾ വന്നിറങ്ങി. കൂട്ടം തെറ്റി ഒരു ദേവസ്ത്രീ വള്ളിക്കെട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയി. ആ ദേവിയെ നാടുവാടി തമ്പുരാൻ കണ്ടു. തമ്പുരാൻ പുറലോക്കാരൊക്കെ വിളിച്ചു വരുത്തി ഒരു കൊച്ചിൽ കെട്ടി ഇവിടെ ദേവിയെ പാർപ്പിച്ചു. സ്ത്രീ കെട്ടിയാടുന്ന ഏക തെയ്യമാണ് ദേവക്കൂത്ത്. 41 ദിവസത്തെ കഠിന വ്രതത്തിന് ശേഷം കളിയാട്ടത്തിന്റെ തലേ ദിവസം തെയ്യം കെട്ടുന്ന കലാകാരി കുച്ചിലെന്നറിയപ്പെടുന്ന ചെറിയ പന്തലിലേക്കെത്തും. ഇവിടെ വെച്ചാണ് രാവിലെ മുഖത്തെഴുത്ത് നടക്കുക. തേപ്പും കുറിയുമെന്നാണ് മുഖത്തെഴുത്തിന് പേര്. വെള്ളയും ചുവപ്പും നിറമുള്ള ഉടയാടയാണ് ധരിക്കുക. തലയിൽ ചെറിയ തൊപ്പി കിരീടവും കാണും. ചായില്യം തേച്ച് ചുവപ്പിച്ച കാലുകളിൽ പാദസരങ്ങളും അണിയും. വളരെ ലളിതമായ ചുവടുകളാണ് ഈ തെയ്യത്തിന്. മാടായിയിലെ അംബുജാക്ഷിയാണ് ഇത്തവണയും തെയ്യം കെട്ടിയത്. ന്യൂസ് മലയാളം, കണ്ണൂർ.